കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം 18-ാം അധ്യായം ശ്ലോകം നമ്മൾ 13 ചെയ്തു. അതിലെന്താണ് പറഞ്ഞാൽ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പേ അതായത് വാനപ്രസ്ഥത്തിലാവുമ്പോഴേ വിധിപ്രകാരം വേദവിധിപ്രകാരം പുരോഹിതന്മാരുടെ സഹായത്തോടെ വേണ്ട യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് എല്ലാ സ്വത്തും അവനവനുള്ള എല്ലാം ആ പുരോഹിതന്മാർക്ക് നൽകിയിട്ട് ഒരു അപേക്ഷകളും ഇല്ലാതെ അതായത് ഒരു ആഗ്രഹങ്ങളും ഇല്ലാത്തവനായി എല്ലാ അഗ്നികളെയും തന്നിലേക്ക് സമർപ്പിച്ച് ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് സന്യാസം സ്വീകരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇനി സന്യാസം അങ്ങനെ ചെയ്യുമ്പോൾ പല വിഘ്നങ്ങളും വരാം. ഭാര്യയുടെ രൂപത്തിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് പറയണത്. അതായത് ദേവന്മാർക്ക് അസൂയാണ്, ഇങ്ങനെ ഇത്ര സന്യസിച്ച് പരബ്രഹ്മത്തിനെ പ്രാപിക്കൂലോ ഈ സാധകൻ. അപ്പോൾ അവരെയൊക്കെ അതിക്രമിച്ച് അവർക്കും അതീതമായി പോയി ബ്രഹ്മത്തിനെ പ്രാപിക്കണതിൽ അസൂയ കൊണ്ട് ദേവന്മാർ ഭാര്യയുടെ രൂപത്തിലും മക്കളുടെ രൂപത്തിലൊക്കെ വന്ന് വിഘ്നം സൃഷ്ടിക്കും എന്നാണ് പറയണത്. പക്ഷേ നമുക്കത് അങ്ങനെയൊന്നും എടുക്കണമെന്നില്ല. ഒരു സാധകൻ്റെ ആധ്യാത്മിക പാതയിൽ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് നമ്മൾ ഉയരാൻ ശ്രമിക്കുമ്പോൾ പല വിഘ്നങ്ങളും ഉണ്ടാവും. നമ്മൾ ഭഗവാനിൽ മനസ്സർപ്പിച്ച് വളരെ ഡിറ്റർമിനേഷനോടുകൂടി മുമ്പോട്ട് പോകണം എന്നുള്ളൊരർത്ഥം വരുന്നുണ്ടാവുള്ളൂ. അതിനെ നമുക്ക് നോക്കാം. വിപ്രസ്യ വൈ സന്യസതോ ദേവാ ധാരാതിരൂപിണ വിഘ്നാൻ കുർവന്ത്യയം ഹ്യസ്മാൻ ആക്രമ്യ സമീയാത് പരം. സന്യാസം സ്വീകരിക്കുന്ന വിപ്രസ്യ വൈ ബ്രാഹ്മണന് ദേവന്മാർ അയം ഇവൻ അസ്മാൻ ആക്രമ്യ ഞങ്ങളെ അതിക്രമിച്ച് പരബ്രഹ്മത്തിനെ സമീയാത് പരബ്രഹ്മത്തിനെ പ്രാപിക്കും എന്ന് വിചാരിച്ച് അസൂയ കൊണ്ട് ദേവന്മാർ ധാരാതിരൂപിണ ഭാര്യ മക്കളെ മുതലായ രൂപങ്ങളിൽ വിഘ്നാൻ കുർവന്തി. അതായത് ഇങ്ങനെ ഈ സന്യാസിയായിട്ടുള്ള സാധകൻ അങ്ങേയറ്റം വിരക്തിയോടുകൂടി ബ്രഹ്മത്തിനെ തന്നെ ധ്യാനിച്ച് അല്ലെങ്കിൽ ഭഗവാനെ തന്നെ ധ്യാനിച്ച് തുടങ്ങുമ്പോൾ ദേവന്മാർക്ക് പേടിയാണ്. അവരെയും അതിക്രമിച്ച് ദേവലോകമൊക്കെ കടന്നിട്ട് വേണമല്ലോ ബ്രഹ്മലോകത്തിലേക്കും മഹർലോകത്തിലേക്കൊക്കെ പോവാൻ. അപ്പോൾ അവരെ അതിക്രമിച്ച് ഈ സാധകൻ ബ്രഹ്മൈക്യം പ്രാപിക്കുന്ന കണ്ടാൽ അസൂയ കൊണ്ട് എന്ത് ചെയ്യിച്ചാൽ ഈ സാധകൻ്റെ ഭാര്യയുടെയും മകൻ്റെയൊക്കെ രൂപത്തിൽ വന്ന് വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഉയർച്ചയിൽ. അപ്പോൾ അതിന് വളരെ ജാഗരൂകനാവണമെന്ന് നമ്മളോട് പറയുകയാണ്. ഏതൊരു സാധകനും വിഘ്നങ്ങളുണ്ടാവും. നമുക്ക് എപ്പോഴും ഇപ്പം നമ്മുടെ സാധാരണ ഒരു ജീവിതത്തിൽ എടുക്കുക വെച്ചാൽ നമുക്ക് എത്രയോ എക്സ്ക്യൂസസ് ഉണ്ടാവും. എന്തിന്? ഭഗവാനെ വിചാരിക്കാതിരിക്കാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പം നമ്മൾ തീർച്ചയാക്കുകയാണ് ഓക്കെ ഈ വൈശാഖം തുടങ്ങിയാൽ മെയ് 9-ാം തീയതി അല്ലേ, വൈശാഖം തുടങ്ങിയാൽ ആ ഒരു മാസം കൊണ്ട് ഭാഗവതം വായിച്ച് ഒരു പ്രാവശ്യം ഭക്തിയോടുകൂടി വായിച്ച് തീർക്കണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിച്ചോളൂ. അതിന് വിഘ്നമായിട്ട് പല കാര്യങ്ങൾ ഒരു ദിവസം ഒരു 12-13 അധ്യായം വായിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് വിഘ്നമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് എക്സ്ക്യൂസും ഉണ്ടാവും. നമുക്ക് സ്വയം ആശ്വസിപ്പിക്കാം, ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ പറ്റാമെന്ന. പക്ഷേ പരിണത ഫലം എന്താ? വായിക്കലുണ്ടാവില്ല എന്നല്ലേ. അപ്പോൾ അതുപോലെയൊക്കെയാണ് പറയണത്. എല്ലപ്പോഴും വിഘ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വിഘ്നങ്ങളെയൊക്കെ നമ്മുടെ ഡിറ്റർമിനേഷൻ കൊണ്ട് ആ ദൃഢവ്രതം കൊണ്ട് നമ്മൾ ഭഗവാനിൽ തന്നെ അർപ്പിച്ച് മുന്നേറണം എന്ന് സാധകന്മാർക്കൊരു ഒരു 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 വാർണിംഗ് പോലെ തന്നിറക്കുകയാണ് ഇപ്പോൾ ഇതിൽ. അപ്പോൾ അങ്ങനെ വിഘ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ്. ഇനി സന്യസിച്ച ഒരാളുടെ അതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ജാഗരൂകരായിരിക്കാൻ. ഇനി സന്യാസിയുടെ ധർമ്മങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 14 വായിച്ച് 15 പോകാം. വിപ്രസ്യ വൈ സന്യസതോ ദേവാധാരാതിരൂപിണ വിഘ്നാൻ കുർവന്ത്യയം ഹ്യസ്മാൻ ആക്രമ്യ സമീയാത് പരം. 15 ബിഭ്രയാച്ചേന്മുനിർവാസ കൗപീനാച്ഛാദനം പരം ത്യക്തം ന ദണ്ഡപാത്രാഭ്യാമന്യത് കിഞ്ചിതനാപതി. അതായത് എന്ത് വസ്ത്രമൊക്കെയാണ് ധരിക്കേണ്ടത്, എന്തൊക്കെ അവർക്ക് ചെയ്യാമെന്ന് പറയുകയാണ് 15. എന്താണ്? മുനി മീൻസ് ഇപ്പോൾ ഈ സന്യാസിയായ ആളെ പരം വാസ
അതായത് വലിയ വസ്ത്രമൊന്നും ആവരുത്. ബിഭ്രയാത് ധരിക്കുമെങ്കിൽ, അതായത് കൗപീനത്തിന് പുറമെ എന്തെങ്കിലും ധരിക്കുകയാണെങ്കിൽ കൗപീനാച്ഛാദനം, അതായത് അവിടെ തന്നെ മറയ്ക്കാവൂ. ഐഡിയലി ഒരു കൗപീനം മാത്രം മതി, ഒരു കോണകം മാത്രം മതി. ഇനി കോണകത്തിൻ്റെ മീതെ ഒരു മുണ്ടും കൂടി വേണമെങ്കിൽ അത് അവിടെ തന്നെ കോണകം പോലെ എടുക്കാനേ പാടുള്ളൂ എന്ന്, വേറൊരു ഭാഗവും മറക്കരുത്. വെച്ചാൽ ശരീരബോധം ഇല്ലാതെ ആവണം, അതിനാണ് അതൊക്കെ പറയണത്. പിന്നെ എന്താണ്, ഒരു വടിയും കയ്യിൽ പിടിക്കാം, ഒരു കമണ്ടലും ആവാം, വേറെ ഒന്നും അരുതെന്ന്. അതായത് ആപത്ത് സമയത്തല്ലാതെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും കയ്യിൽ പിടിക്കാം. പക്ഷെ അല്ലാതെ ഒരു കൗപീനവും, ഈ കൗപീനം പോരാച്ച ആ കൗപീനം പോലെ തന്നെ അതിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുള്ളൊരു മുണ്ടും ഒരു വടിയും ഒരു വെള്ളത്തിനുള്ളൊരു പാത്രവും മാത്രമേ കൊണ്ട് നടക്കാവൂ, അല്ലെങ്കിൽ അവനവൻ്റെ പൊസഷനായിട്ട് പാടുള്ളൂ. അതാണ് എല്ലാറ്റിനോടും വൈരാഗ്യമല്ലേ. അപ്പോൾ ഒന്നും എൻ്റെ ആണെന്ന് വിചാരിച്ചെടുത്ത് വയ്ക്കാനൊന്നും പാടില്ല. അതുകൊണ്ടൊക്കെയാണ് പ്രത്യേകം പറയണത്. പിന്നെ ദേഹാഭിമാനം ഇല്ല. അപ്പോൾ എന്ത് വസ്ത്രം ധരിക്കണോ, വെറുതെ ഒരു ഇതിനു വേണ്ടി കൗപീനം ധരിക്കണമെന്ന് മാത്രം. ബിഭ്രയാച്ചേൻ മുനിർവാസ കൗപീനാച്ഛാദനം പരം ത്യക്തം ന ദണ്ഡപാത്രാഭ്യം അന്യത് കിഞ്ചിതനാപതി. അത്ര ആപത്ത് കാലത്ത് മാത്രമേ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും നമ്മൾ കയ്യിലെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടക്കാവൂ. ഇനി ദൃഷ്ടിഭൂതം, ഇങ്ങനൊരു പരമഹംസന് ശരിക്കും പറയാച്ചാൽ, അതായത് അത്ര ജ്ഞാനിയായ ആൾക്ക് ഈ വിധിയിൽ വിധിച്ച വിധി നിഷേധങ്ങളും നിഷേധങ്ങളൊന്നും അവർക്ക് ബാധകമല്ല, അവരതിന് അതീതാണ്. അതായത് ധർമ്മങ്ങൾക്കും അധർമ്മങ്ങൾക്കും വിധി നിഷേധങ്ങൾക്കൊക്കെ അതീതരാണ് ശരിക്കും പരമഹംസന്മാർ. അതുകൊണ്ട് എന്നാലും ഒരു കാര്യം സൂക്ഷിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. ദൃഷ്ടിഭൂതം ന്യസേത്പാദം വസ്ത്രഭൂതം പിബേജ്ജലം സത്യഭൂതം വധേദ്വാജം മനഃഭൂതം സമാചരേത്. എല്ലാം ശുദ്ധമായിട്ടുള്ളത് വേണം. അതാണ് ഇതിൽ പറയുന്നത്. എന്താ പറയുക, ദൃഷ്ടിഭൂതം, അതായത് കണ്ണുകൊണ്ട് നല്ലപോലെ നോക്കി, അതായത് ഒരു ജീവികളെയും മരണത്തിന് അല്ലെങ്കിൽ ഒരു ജീവികളെയും വേദനിപ്പിക്കുന്നതിനോ അവരുടെ നാശത്തിനോ ഇടയാവില്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഓരോ കാലടിയും വയ്ക്കാൻ. അതായത് ഇപ്പം നമ്മൾ നടക്കുന്ന സമയത്തെ ചിലപ്പോൾ അടിയിൽ ഉറുമ്പോ പാറ്റ അറിയാം, കുഞ്ഞു കുഞ്ഞു ജന്തുക്കളൊക്കെ പെട്ടിട്ട് ചാവാലോ നമ്മുടെ ഖനം കൊണ്ടേ. അപ്പോൾ ഒരു സന്യാസിക്ക് അത്ര പോലെ അഹിംസ നോക്കണം. അതുകൊണ്ടാണ് ഓരോ കാലടി വയ്ക്കുമ്പോഴും ആ വയ്ക്കുന്ന സ്ഥലത്ത് ഒരു ജന്തുക്കളും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ടേ ഓരോ കാലടിയും വയ്ക്കാവൂ. അത്ര പ്രാണിഹിംസയ്ക്ക് പാടില്ല. പിന്നെന്താണ്, വസ്ത്രഭൂതം ജലം പിബേത്. വസ്ത്രം കൊണ്ട് അരിച്ച ജലം കുടിക്കാൻ പാടുള്ളൂ, ശുദ്ധജലം. അതായത് അതിൽ അണുക്കളൊന്നും പാടില്ല, കാരണം അതൊക്കെ ചാവില്ലേ. അത്ര സൂക്ഷിക്കണം എന്നാണ്. ശുദ്ധമായ ജലേ പാടുള്ളൂ, എല്ലാം ശുദ്ധമായിട്ടുള്ള സ്ഥലത്തു കൂടെ നടക്കാവൂ. പിന്നെയോ സത്യഭൂതാം വാചം, വാക്ക് 100% സത്യമായിട്ടുള്ളതേ പറയാവൂ. മനഃഭൂതം, മനസ്സിൽ നല്ലോണം ശുദ്ധീകരിച്ച മനസ്സിൽ ചിന്തിച്ചുറച്ചിട്ടുള്ള കാര്യങ്ങളെ സമാചരേത്. പെട്ടെന്ന് സഡൻ ഇമ്പൾസിൽ പെട്ടെന്ന് പോയി ഒന്നും ചെയ്യരുത്. അതിൻ്റെ വരുംവരായകളെ പറ്റിയും അതിൻ്റെ നമ്മളാരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നല്ലോണം ആലോചിച്ചിട്ട് എന്ത് കാര്യവും ഒരു സന്യാസി ചെയ്യാൻ പാടുള്ളൂ. അത്ര ശുദ്ധം ആവണം, എല്ലാം ശുദ്ധമാവണം. അതാണ് പറഞ്ഞത്, നോക്കിയിട്ടേ ഓരോ കാലടിയും വയ്ക്കാൻ പാടുള്ളൂ. ഒരു ജീവിയും മരിക്കാൻ താൻ കാരണം നശിക്കാൻ പാടില്ല വെച്ചിട്ട്, അല്ലെങ്കിൽ വേദനിക്കാൻ പാടില്ല വെച്ചിട്ട്. പിന്നെ ചിലപ്പോൾ ചാവില്ലേ, പക്ഷെ വേദനിക്കുമല്ലോ. അപ്പം അങ്ങനെ ഉപദ്രവിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ജീവിക്കും നമ്മൾ കാരണം ഉപദ്രവം ഉണ്ടാവരുത്, നാശം ഉണ്ടാവരുതെന്ന് വിചാരിച്ച് ഓരോ കാലടിയും സൂക്ഷിച്ച് വയ്ക്കണം. പിന്നെയോ ജലം പോലും ഒരു പ്രാണികളും ഇല്ല, ശുദ്ധജലമാക്കിയിട്ട് കുടിക്കണം. പിന്നെ എന്താ പറഞ്ഞാൽ സത്യം മാത്രമേ പറയാവൂ, അസത്യം ഉച്ചരിക്കാനേ പാടില്ല. പിന്നെ മനസ്സിൽ എന്ത് കാര്യം ചെയ്യണം വെച്ചാൽ നല്ലോണം ആലോചിച്ച്, അതുകൊണ്ട് ആർക്കും ഉപദ്രവവും സങ്കടമോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. എത്ര സൂക്ഷിക്കണം അല്ലേ. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞത്.
ദൃഷ്ടിഭൂതം ന്യസേത്പാദം വസ്ത്രഭൂതം പിബേജ്ജലം സത്യഭൂതം വദേദ്വാജം മനഃപൂതം സമാചരേത് മൗനാനീഹാനിലായാമാം ദണ്ഡവാഗ്ദേഹചേതസാം നഹ്യേതേ യസ്യ സന്ധ്യംഗ വേൺഭിർന്ന ഭവേദ്യതി. ഇനി എന്താ പറഞ്ഞറിയോ? ഈ മൗനാനീഹാനിലായാമാഹ വെച്ചാൽ മൗനം, പിന്നെയോ ആഗ്രഹത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുക, പ്രാണായാമം, ഇതൊക്കെ ത്യജിക്കണം എന്ന്, ഇതൊക്കെ അനുഷ്ഠിക്കണം എന്ന്. അതായത് മൗനം പാലിക്കണം. അതെന്തിനാണ്? വാക്കിനെ പരിശുദ്ധാക്കാൻ. പിന്നെയോ ആഗ്രഹമുള്ള കർമ്മങ്ങളെ ത്യജിക്കണം. അതെന്തിനാണ്? നമ്മുടെ ദേഹത്തിനെ, ഭോഗങ്ങളൊക്കെ, ദേഹാഭിമാനം കംപ്ലീറ്റ്ലി അടക്കാൻ. വാക്കിനെ അടക്കാൻ മൗനം, കാമ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കൽ ദേഹാഭിമാനത്തിനെ അടക്കാൻ, പിന്നെയോ പ്രാണായാമം മനസ്സിനെ അടക്കാൻ. അങ്ങനെ മൗനം പാലിക്കണം, ഫലാപേക്ഷയോടുകൂടി കർമ്മങ്ങൾ ചെയ്യാതിരിക്കണം, പ്രാണായാമം ചെയ്യണം. ഇത് മൂന്നും ചെയ്തിട്ടാണ് വാക്കിനെയും ദേഹത്തിനെയും മനസ്സിനെയും അടക്കണം. അതുകൊണ്ടാണ് അതെ, അത് പിന്നെ അതിലേക്ക് വരാം. പിന്നെ ഇങ്ങനെ അല്ലാതെ യസ്യ ന സന്ധി, ഇങ്ങനെ ചെയ്യാത്ത ഈ സന്യാസി അംഗ ഹേ ഉദ്ധവ വേണുഭി യതി ന ഭവേത്, ഈ വടി കൈ പിടിച്ചോണ്ടൊന്നും സന്യാസിയാവില്ല എന്ന് പറയുകയാണ്. ശരിക്കും മനസ്സിനെയും വാക്കിനെയും ഹൃദയത്തിനെയും അടക്കിയ സന്യാസി മാത്രമേ സന്യാസി ആവുള്ളൂ. അല്ലാണ്ട് മുളങ്കമ്പും പിടിച്ച് ഒരു കമണ്ടലും പിടിച്ച് കോണ കൊടുത്ത് നടന്നാലൊന്നും സന്യാസി ആവില്ല. മനസ്സിനെയും ദേഹത്തിനെയും വാക്കിനെയും, അതായത് ദേഹാഭിമാനം വിടണം, വാക്കിനെയും മനസ്സിനെയും അടക്കും വേണം, എന്നാൽ തന്നെ ആവുള്ളൂ. അതുകൊണ്ടാണത്തെ ഞാനൊരു വ്യാഖ്യാനത്തിൽ വായിച്ചു, ത്രിദണ്ഡി എന്ന് പറയും ഇത്രേ സന്യാസിക്ക് ഒരു പര്യായം. ത്രിദണ്ഡി എന്നാണ് വെച്ചാൽ, അതായത് 3 ദണ്ട് കൊണ്ട് നിയന്ത്രിക്കുകയാണ്, കോലുകൊണ്ട് നിയന്ത്രിക്കുകയാണ്. 3 ദണ്ട് കൊണ്ട്, 3 കോലുകൾ കൊണ്ട് നിയന്ത്രിക്കുകയാണ്. എന്തിനേയും? വാക്കിനെയും ദേഹത്തിനെയും മനസ്സിനെയും. അങ്ങനെ അടക്കുകയാണെന്ന്. അതാണ് ഈ സന്യാസിമാർ സാധാരണ ദണ്ടെടുത്ത് നടക്കാൻ തന്നെ കാരണം അതാണത്രേ. അതായത് അവനവനെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ള നിലയ്ക്കാണ്, അല്ലാണ്ട് ബാക്കിയുള്ളവരെ നിയന്ത്രിക്കാനല്ല എന്നർത്ഥം. അതുകൊണ്ട് 3 ദണ്ടുണ്ടെന്നുള്ള നിലയ്ക്ക് ത്രിദണ്ഡി എന്ന് പറയും എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചു. അപ്പോൾ ത്രിദണ്ഡി പറഞ്ഞു വെച്ചാൽ എന്താ? 3 ദണ്ട് കൊണ്ട് നിയന്ത്രിക്കുകയാണ്. എന്തിനേയും? വാക്കിനെയും മനസ്സിനെയും ദേഹത്തിനെയും അടക്കണം എന്ന്. അങ്ങനെയുള്ള സന്യാസി അല്ലാതെ വെറും ഒരു വടിയും പിടിച്ച് കമണ്ടിലും ആയാലൊന്നും സന്യാസി ആവില്ല. നമുക്കറിയാലോ, ഇപ്പം മനസ്സടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഹിമാലയത്ത് പോയി ഇരുന്നിട്ടും ചീത്ത വിചാരങ്ങളാണ് മനസ്സിൽ വരണം വെച്ചാൽ പിന്നെ എന്ത് സന്യാസമല്ലേ? അതേസമയം ഒരു വീട്ടിൽ ഇരുന്നിട്ടും നമുക്ക് മനസ്സ് നന്നാച്ചാൽ സന്യാസം തന്നെയായി. അങ്ങനെയാണ്. അപ്പോൾ മനസ്സ് അടക്കാതെ, പിന്നെ ദേഹാഭിമാനവും ഇല്ലാണ്ടാവണം സന്യാസിക്കൊക്കെ. പിന്നെ മൗനവും പാലിക്കണം. അത് വളരെ പ്രധാനമാണെന്ന് പറയുകയാണിതിൽ കേട്ടോ. മൗനാനീഹാനിലായാമ ദണ്ഡവാഗ്ദേഹ ചേതസാം നഹ്യേതേ യസ്യ സന്ധ്യംഗ വേണുഭിർന്ന ഭവേദ്യതി. 18 കേട്ടോ, 18. അതെ. ഭിക്ഷാം ചതുർഷു വർണ്ണേഷു വിഗർഹ്യൻ വർജയംശ്ചരേത് സപ്താകാരാന സംക്ലിപ്താൻ തുഷ്യല്ലബ്ധേന താവതാ. ഞാൻ അതിൻ്റെ അർത്ഥം നോക്കാം. 18ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത്? വിഗർഹ്യാൻ, അതായത് എന്താണ് പറയുക? വിഗർഹ്യാൻ വെച്ചാൽ എന്താ വെച്ചാൽ ഈ 4 വർണ്ണങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ. ബ്രഹ്മചര്യം, പിന്നെ എന്താണ് ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 ആശ്രമങ്ങളല്ല. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വർണ്ണങ്ങളും നിന്നും പതിച്ചു പോയത്, മീൻസ് ഭ്രഷ്ടായിട്ട് പോയി അങ്ങനത്തെ പിന്നെ അവരൊന്നും അല്ലാത്തവരുടെ വീട്ടിൽ, അതാണ് പതിതൻ മുതലായ ഗർഹന്മാരെ വർജയൻ പരിഹരിച്ച്. അതായത് ബ്രാഹ്മണ ധർമ്മങ്ങളും ചെയ്യണില്ല, ക്ഷത്രിയ ധർമ്മങ്ങളും ചെയ്യണില്ല, വൈശ്യധർമ്മങ്ങളും ചെയ്യണില്ല, ശൂദ്രധർമ്മങ്ങളും ചെയ്യാത്തവരാ. അതായത് ഒരു ധർമ്മവും പരിപാലിക്കാത്തവരുടെ വീട്ടിലൊന്നും പോയി ഭിക്ഷ മേടിക്കരുത്.
ഏതെങ്കിലും ഒരു വർണ്ണത്തിൻ്റെ ധർമ്മം അനുഷ്ഠിച്ച് ധർമ്മിഷ്ഠനായിട്ടുള്ളവരുടെ വീട്ടിൽ പോകാവൂ എന്നാണ് ചുരുക്കം. ചതുർഷു വർണ്ണേഷു, അതായത് പിന്നെ 4 തരത്തിലുള്ള വർണ്ണങ്ങളിൽ അസംക്ലിപ്താൻ, പിന്നെ അവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്ന പ്രതീക്ഷിക്കാത്ത സപ്ത അകാരാൻ 7 വീടുകളിൽ ഭിക്ഷാം ചരേത്, ഭിക്ഷ യാചിക്കേണ്ടതാണ്. താവതാലബ്ധേന, എത്ര കിട്ടിച്ച അതുകൊണ്ട് തുഷ്യത്, തൃപ്തിപ്പെടണം. അത് പിന്നെ എതിർച്ചയാ ലാഭ പോലെ കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടി വേണമെന്നൊന്നും പറയരുതെന്ന്, അവരെ കഴിവ് പോലെ തരും. അപ്പോൾ 4 വർണ്ണങ്ങളിൽ നിന്നും ഡീവിയേഷൻ ഉണ്ടായിട്ട്, അതായത് 4 വർണ്ണങ്ങളിൽ നിന്നും വ്യതിചലിച്ചിട്ടുള്ളവരെ ഒഴിച്ച് മുമ്പന്നെ ഇന്ന വീട്ടിൽ പോകാമെന്നൊന്നും തീരുമാനിക്കരുത്. കാണുന്ന 7 വീട്ടിൽ, ധർമ്മിഷ്ഠന്മാരുടെ വീട്ടിൽ മാത്രം പോയി ഭിക്ഷ സ്വീകരിക്കണം. അങ്ങനെ അവരെന്താണ് തരണത് അത് കിട്ടിയതുകൊണ്ട് സന്തോഷിക്കും വേണം. അത് 2 കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ. എന്താ വെച്ചാൽ, ഒന്ന്, ഏതെങ്കിലും വർണ്ണങ്ങളിലത്തെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ വീട്ടിലേ പോവാവൂ. അതായത് ചുരുക്കം ധർമ്മിഷ്ഠന്മാരാവണം. ശൂദ്രനായാലും വേണ്ടില്ല, ബ്രാഹ്മണനായാലും വേണ്ടില്ല, വൈശ്യനായാലും വേണ്ടില്ല, ക്ഷത്രിയനായാലും വേണ്ടില്ല, ഒരു വിരോധമില്ല. അവനവൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്ന ഏതൊരാളുടെ ഗൃഹത്തിലും പോയി ഭിക്ഷ യാചിക്കാം. പക്ഷേ ഒരു ധർമ്മവും ഫോളോ ചെയ്യാത്ത ദുഷ്ടന്മാരുടെ അവിടെ പോയി ഭിക്ഷ യാചിക്കരുത്. 1. പിന്നെ 7 വീട് വരെ പോകാൻ പാടുള്ളൂ. അതന്നെ ഏതൊക്കെ വീട്ടിൽ നാളെ ഞാൻ ആ വീട്ടിലും ഈ വീട്ടിലും പോകും, അങ്ങനെയൊന്നും ഡിസൈഡ് ചെയ്യൊന്നും ചെയ്യരുത്. മുമ്പ് കൂട്ടി പ്ലാൻ ചെയ്യൊന്നും ചെയ്യരുത്. കാരണം അതാത് സമയത്ത് കിട്ടുന്നത് കൊണ്ട് എതിർച്ചയായ ലാഭസന്തുഷ്ടന്മാരാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യരുത്. എന്നിട്ട് പത്രം കിട്ടും പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കാൻ നമ്മളൊന്നും ചെയ്യണ പോലെ പാടില്ല. മുമ്പ് കൂട്ടി പ്ലാൻ ചെയ്യരുതെന്ന് തന്നെ പറയണ്ട ഏതൊക്കെ വീടുകളിൽ പോകാമെന്ന്. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാതെ ഏതെങ്കിലും 7 ധർമ്മിഷ്ഠന്മാരുടെ വീട്ടിൽ പോവുക. എന്നിട്ട് അവരെന്താ നൽകിയത് വെച്ചാൽ അതിൽ പൂർണ്ണ സംതൃപ്തിയും വേണം. കുറച്ചും കൂടി വേണം, വേറെ എന്തെങ്കിലും തരുമോ, കുറച്ചും ഒരു കഷ്ണം ഉണ്ട് തരുമോ, അല്ലെങ്കിൽ ഇത് തരുമോ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ, അല്ലെങ്കിൽ കുറച്ച് അരി തരുമോ, അങ്ങനെ അവർ തരാത്ത കാര്യമൊക്കെ ചോദിക്കുക. അങ്ങനെയൊന്നും പാടില്ല. അവരെന്തേ കൊടുത്ത്, എത്ര കുറച്ചേ കൊടുത്ത് അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഇരിക്കണം. അതാണ് അവർ പറഞ്ഞത്. ഭിക്ഷാം ചതുർഷു വർണ്ണേഷു വിഗർഹ്യൻ വർജയംശ്ചരേത് സപ്താകാരാന സംക്ലിപ്താൻ തുഷ്യലബ്ധേന താവതാ ബഹിർജലാശയം ഗത്വാ തത്രോപസ്പൃശ്യ വാഗ്യതഃ വിഭജ്യ ഭാവിതം ശേഷം ഭുഞ്ജീതാശേഷമാഹൃതം. 19. എന്താണ് ബഹി? അതായത് ഈ പുറം പ്രദേശങ്ങളിൽ, അതായത് ഇപ്പം നമുക്കൊരു ഗ്രാമം എടുക്കുക വെച്ചാൽ അതിൻ്റെ പുറത്താ വിചാരിച്ചോളൂ. ജലാശയം ഗത്വ, പുറത്തുള്ളത്, വേറെ ആരെയും വീട്ടിലുള്ള കുളത്തിലൊന്നും പാടില്ല. കുളത്തിൽ പോയിട്ട് തത്ര ഉപസ്പൃശ്യ, ആ സ്ഥലത്ത് ആചമനം ചെയ്ത് വാഗ്യതഃ, മൗനം പാലിച്ച് പാവിതം ആഹൃതം വിഭജ്യ, ശുദ്ധമാക്കപ്പെട്ട, എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഭിക്ഷ കിട്ടിയാലേ ഒരു വെള്ളം ജലാശയത്തിൻ്റെ അവിടെ പോകണം. എന്നിട്ട് അതിനെ പ്രോക്ഷണം ചെയ്ത്, നമ്മളിപ്പോൾ സത്യം തർത്തിയേനെ പരിഷിഞ്ചാമി എന്നൊക്കെ നമ്മൾ ഉണ്ണണേൻ്റെ മുമ്പേ അതിനെ ശുദ്ധമാക്കും. അതുപോലെ ശുദ്ധമാക്കിയിട്ട് അന്നത്തിലുള്ള അതായത് ആരാണ് കൊടുക്കുമല്ലോ, ആരെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഭക്ഷണത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, സൂര്യൻ, മറ്റ് പ്രാണികളെ ഇവയ്ക്ക് വിഭജിച്ച് കൊടുക്കുക എന്ന് നമ്മൾ സങ്കല്പിക്കണം. അതിനുശേഷം ശേഷം ബാക്കി വയ്ക്കാതെ ഭുഞ്ചിത, വേസ്റ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ ഭിക്ഷ കിട്ടിക്കഴിഞ്ഞാലത്തെ കാര്യമാണെന്ന് പറയണത് കേട്ടോ. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് പോയിട്ട്, ഇപ്പോൾ ഏത് ഗ്രാമത്തിലാണ് 7 വീടുകളിൽ പോയി നിരീച്ചോളൂ, അല്ലെങ്കിൽ 2 വീട് പോയിട്ട് പിന്നെ പോണ്ടാക്കാം. എന്താ വെച്ചാൽ പോയിട്ട് ഇപ്പോൾ അപ്പോൾ കിട്ടിയ ഭിക്ഷ ഗ്രാമത്തിന് പുറത്ത് പോയിട്ട് അവിടെ ആചമനവും ഒക്കെ ചെയ്ത് ഒരക്ഷരം ഒരു വാക്കുപോലും പറയാതെ മൗനം പാലിച്ച് പ്രോക്ഷണം കൊണ്ട് ശുദ്ധമാക്കണം. എന്ത്? ഈ ഈ കിട്ടിയ ഭക്ഷണം ശുദ്ധമാക്കിയിട്ട്, അതായത് ഭഗവാനെ ഇതാക്കിയിട്ട് നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലി ചെയ്യുക. എന്താ വെച്ചാൽ അത് എന്താ സന്യാസിമാർ സാധാരണ ചെയ്യുക, ശുദ്ധമാക്കാൻ വെച്ചാൽ അത് ചെയ്യണം. എന്നിട്ട് ഭഗവാനെ അർപ്പിച്ചിട്ട്, ഭഗവാൻ അത്
പിന്നെ സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ വന്നത് സ്വീകരിക്കും എന്ന് ഈ സന്യാസിക്ക് അറിയാം. അപ്പോൾ അതിനെ ഭഗവാനായിക്കൊണ്ട് നൈവേദ്യമായി അർപ്പിച്ച് ബാക്കി മുഴുവൻ ഭക്ഷിക്കാം. അതാണ് പറഞ്ഞത്. അപ്പോൾ അതിഥികളുണ്ടെങ്കിൽ, അത് മൃഗങ്ങളാണെങ്കിലും അതെ, ഇപ്പം ഒരു മൃഗം വിശന്ന് വന്നു വെച്ചാൽ അതിന് കൊടുക്കണം. ഏത് തരത്തിലുള്ള അതിഥികൾക്കും കൊടുക്കണം. അതായത് എന്താ അതിൽ പറയാൻ കാരണം വെച്ചാൽ അശേഷം എന്ന് പറയാം. അതുകൊണ്ടാണ് കാരണം. വിഭജ്യ എന്നതിന്, അതായത് അതിഥികൾ ആരെങ്കിലും ഇപ്പം കാക്കയോ പൂച്ചയോ പട്ടിയോ ഒക്കെ വന്നു ഈ സന്യാസി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കണം. എന്നിട്ട് വേസ്റ്റ് ചെയ്യാതെ അത് മുഴുവൻ കഴിക്കണം എന്നാണ് പറയുന്നത്. കളയാനും പാടില്ലല്ലോ. അതാണ് അപ്പോൾ ഇതിൽ എത്ര നല്ലൊരു ഇതായിട്ടൊക്കെ പറയണതല്ലേ. അതായത് ഭിക്ഷ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ല, ഭിക്ഷ കിട്ടിക്കഴിഞ്ഞാലും ഗ്രാമത്തിന് പുറത്തുള്ള ഒരു ജലാശയത്തിൽ പോയി അതിനെ ശുദ്ധീകരിച്ച് വേണ്ട മന്ത്രങ്ങളോ കർമ്മങ്ങളോ ചെയ്ത് ശുദ്ധീകരിച്ചതിന് ശേഷം അവിടെ ഏതെങ്കിലും ജന്തുക്കളോ ആൾക്കാരോ അതിഥികളെ പോലെ വന്നാൽ അവർക്കൊക്കെ നൽകി ഈ നൈവേദ്യത്തിനെ ആദ്യം നൈവേദ്യത്തിനെ ഭഗവാനെ അർപ്പിച്ച് അതിഥികൾ വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളടക്കം അവർക്കൊക്കെ നൽകി അതിനെ മുഴുവൻ ഭുജിക്കാം എന്നാണ് ഇതിൽ പറഞ്ഞത്. ബഹിർജലാശയം ഗത്വാ തത്രോപസ്പൃശ്യ വാഗ്യത. ഇതൊക്കെ സന്യാസിമാരുടെ ധർമ്മം കേട്ടോ. വിഭജ്യ പാവിതം ശേഷം ഭുഞ്ജീതാശേഷമാഹൃതം. ഇനി 20. ഏകശ്ചരേൻ മഹീമേതാം നിസ്സംഗ സംയതേന്ദ്രിയ ആത്മക്രീഡ ആത്മരത ആത്മവൻ സമദർശന. എന്താണ്? ഒറ്റയ്ക്ക് ഏകനായിട്ട് സംയതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് വെച്ചാൽ അടക്കിയിട്ട്, നിസ്സംഗ സംഘമില്ലാത്തവനായിട്ട്, ആത്മവാൻ നല്ല ധൈര്യത്തോടു കൂടി, ആത്മക്രീഡ ആത്മാരാമനായി, ആത്മരത അതായത് സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുന്നവനായി, സമദർശന സമഭാവനയോടുകൂടി, ഏതാം മഹിം ചരേത് ഈ ലോകത്തിൽ സഞ്ചരിക്കണം. എവിടെ അധികം കാലം നിൽക്കാൻ പാടില്ലല്ലോ. ഇതാണൊരു സന്യാസി. എന്താ അറിയോ? ധീരനാവണം, നിസ്സംഗനാവണം, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാവണം, ആത്മാരാമനാവണം, ആത്മാവിൽ തന്നെ സ്വന്തം ആത്മാവിൽ തന്നെ സന്തോഷം കാണുന്നവനായിട്ട് സമഭാവനയോടുകൂടി ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ സഞ്ചരിക്കണം. ഏകനായിട്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. ഏകശ്ചരേൻ മഹീമേതാം, ഈ മഹി മുഴുവനെ സഞ്ചരിക്കാം ഏകനായിട്ട്. പക്ഷെ നിസ്സംഗനാണ്, ഇന്ദ്രിയ സംയമനം ഉള്ള ആളാണ്, ആത്മാരാമനാണ്, സമഭാവനയുണ്ട്. ഏകശ്ചരേൻ മഹീമേതാം നിസ്സംഗ സംയതേന്ദ്രിയ ആത്മക്രീഡ ആത്മരഥ ആത്മവാൻ സമദർശന. സ്വന്തം അവനവനിൽ തന്നെ രമിക്കുക, അവനവനിൽ തന്നെ ക്രീഡിക്കുക, അങ്ങനെ നടക്കണം. 21 കൂടിയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിവിക്തക്ഷേമശരണോ മദ്ഭാവ വിമലാശയ ആത്മാനം ചിന്തയേദേകമഭേദേന മയാ മുനി. ഈ മുനി, ഈ ഇപ്പം സന്യാസി അയാളുണ്ടല്ലോ, അദ്ദേഹം വിവിക്തക്ഷേമചരണ, ആരുമില്ലാത്തതും ആരാലും ശല്യം ചെയ്യാത്ത തരത്തിലുള്ളതുമായ സ്ഥലത്തിരുന്നു കൊണ്ട് ക്ഷേമചരണ, മൽഭാവ വിമലാശയ, ആരും ഇല്ലാതെയും ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ സന്യാസി എന്നെ ധ്യാനിക്കുന്നതിനാൽ, മൽഭാവ അതാണ് വിമലാശയ, എന്നെ ധ്യാനിച്ചതുകൊണ്ടുള്ള മനഃശുദ്ധിയോടു കൂടിയവനായി, അഭേദേന ഭേദഭാവനയില്ലാതെ, മയാ ഏകം എന്നിൽ ലയിച്ച്, ആത്മാവിനെ ചിന്തിക്കേണ്ടതാണ്. എപ്പോഴും ഭഗവത് സ്മരണത്തിലിരിക്കണം. അതാണ് പറയുന്നത് സന്യാസി. ഈ സന്യാസി ആരെയും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ഏകാന്തമായ സ്ഥലത്ത് ഇരുന്ന് എന്നിലുള്ള ഭക്തി കൊണ്ട് പരിശുദ്ധമായ ചിത്തത്തോടു കൂടിയവനായി, ആത്മാവിനെ ഏകനായും പരമാത്മാവായ എന്നിൽ നിന്ന് ഭിന്നനല്ലെന്നും ഉള്ള ഭാവനയോടെ ഇരിക്കണം. അതായത്
ഞാൻ പരബ്രഹ്മം തന്നെയാണ്, എൻ്റെ ആത്മാവ് പരമാത്മാവ് തന്നെയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്ത്, ആരാലും ഒരു ശല്യം ഇല്ലാത്ത സ്ഥലത്ത്, ഏകനായിട്ട് ആരെയും ശല്യം ഇല്ലാത്ത സ്ഥലത്ത് അവനവൻ്റെ ഉള്ളിലുള്ള ആത്മാവ് പരമാത്മാവ് തന്നെയാണെന്ന് സങ്കല്പിച്ച് എന്നിൽ ലയിച്ച് ധ്യാനിച്ചിരിക്കണം എന്നാണ് 21 പറഞ്ഞത്. അപ്പോൾ നമുക്ക് 21 വായിച്ച് ഇന്നിവിടെ നിർത്താം. വിവിക്തക്ഷേമശരണോ മദ്ഭാവ വിമലാശയ ആത്മാനം ചിന്തയേദേകമഭേദേന മയാ മുനി. അതായത് ആത്മാവും പരമാത്മാവും ഒന്നുതന്നെയാണ്, ഞാൻ ആ പരമാത്മാവ് തന്നെയാണെന്ന് തന്നെ ധ്യാനിച്ചിരിക്കണം ഈ മുനി എന്നാണ്. അങ്ങനെയുള്ള ഒരു ജ്ഞാനി അത്രയും വൈരാഗ്യം വന്നതാണല്ലോ, അങ്ങനെ വിചാരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമി.